പ്രായമായിട്ടുള്ള സ്ത്രീകൾ ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണ്ടേ. എന്നാൽ പിന്നെ പെട്ടിയും കിടക്കും സാധനമൊക്കെ ആയിട്ട് നേരെ വിട്ടു എറണാകുളത്തോട്ട്. എറണാകുളം ചുറ്റിക്കറങ്ങി വരാൻ വേണ്ടിയിട്ട് കൊച്ചുമോൻ്റെ കൂടെ ബസ്സിന്റെ ഫ്രണ്ട് കയറിയിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും നമ്മുടെ സ്വന്തം ബസ്സാണ്, നല്ല കേട്ടോ, പ്രൈവറ്റ് ബസ്സാണ്. അങ്ങനെ വടക്കഞ്ചേരി എത്തി. ഞാൻ അവൻ്റെ കയ്യും പിടിച്ച് 2 ബാഗും അമ്മമ്മ എല്ലാം കൂടെ ആയിട്ട് KSRTC ബസ്സിൽ കയറി എങ്ങനെയൊക്കെയോ വട്ടം കറങ്ങി ഞങ്ങൾ തൃശ്ശൂരെത്തി. ബസ്സിന് പൊക്കിച്ചിട്ട് പാടാണേ. വിശന്ന് വലഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. തൃശ്ശൂരിൽ നിന്ന് നല്ല ചപ്പാത്തി അമ്മമ്മ കഴിച്ചു, ഞങ്ങൾ നല്ല സൂപ്പർ ബിരിയാണി കഴിച്ചു. പിന്നെ നല്ല ബ്ലോക്കും അതും ഇതൊക്കെ താണ്ടി ഓട്ടയും കയറി അവസാനം എങ്ങനെയൊക്കെയോ ഞങ്ങൾ കൊച്ചിയിലെത്തി. കൊച്ചി എത്തിയതല്ലേ, പാതിരാത്രി ഒന്ന് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ക്യൂൻസ്വേയിലേക്ക് പോയി ഒന്ന് നടന്ന് ഞങ്ങൾ തിരിച്ചു വന്നു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് നേരെ കാർ കൊണ്ടുപോയി മെട്രോ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിട്ട് എക്സലേറ്ററിൽ കയറി നേരെ മെട്രോ കയറാൻ പോവാണ്. ആദ്യമായിട്ടാണ് മെട്രോ കയറാൻ പോകുന്നത്. ടുങ്കുടും അതെ അമ്മമ്മേതെ. ടുങ്കുട് കൊച്ചിയിലെത്തി നടന്നപ്പോഴത്തേക്കും സുൻഷമ്മ കുറ്റിയും പറിച്ച് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറി നേരെ ചെന്നിറങ്ങുന്നത് ലുലുലാണ്. ലുലുവിൽ ചെന്നപ്പോൾ ടുങ്കുടിന്റെ വിചാരം ടുങ്കുടുവിന്റെ സ്വന്തം വീടാണെന്നാണ്. പിന്നെ അവിടുന്ന് ഒരു സാധനം മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു 45 രൂപ കൊടുത്ത് ഞാൻ ഒരു ബനാന ക്ലിപ്പ് മേടിച്ചു. ഇനി ഇവരെ ലിഫ്റ്റിലൊന്ന് കയറ്റാന്ന് വിചാരിച്ചിട്ട് ലിഫ്റ്റിലും കയറ്റി. അങ്ങനെ തിരിച്ച് ഞങ്ങൾ മെട്രോയ്ക്ക് തിരിച്ച് വീടെത്തി കഴിഞ്ഞ് രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ടുങ്കൂട് നല്ല ഉറക്കായിരുന്നു. പിന്നെ അവനെ എടുത്തിട്ട് എയറോപ്ലെയിൻ കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ എയർപോർട്ടിലോട്ട് പോയി. അങ്ങനെ 3-4 പ്ലെയിനും കണ്ട് തൊട്ടപ്പുറത്തൂടെ പോകുന്ന ട്രെയിനും കണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ അവസാനിപ്പിച്ച് നേരെ വീട്ടിലോട്ട് പോയി. പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീറ്റിട്ട് നേരത്തെ നല്ല സൂര്യനൊക്കെ വന്നു. അമ്മമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ചോറ്റാനിക്കര. എന്നാൽ പിന്നെ ചോറ്റാനിക്കരയ്ക്ക് പോയേക്കാന്ന് വിചാരിച്ച് നേരെ ചെന്ന് നല്ല ചെളിയും മണ്ണും നിറഞ്ഞ പാതയായിരുന്നു. എങ്ങനെയൊക്കെയോ ക്യൂ നിന്നിട്ട് വലിയ ക്യൂ ആയിരുന്നു. ക്യൂ ഒക്കെ നിന്നിട്ട് എങ്ങനെയൊക്കെ തൊഴുത് തിരിച്ച് വീട്ടിലോട്ട് പോന്നു. വീട്ടിൽ ചെന്ന് കൊച്ചി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൊച്ചിയിലെ കൊതുകിനെ പിടിക്കണ്ടേ. അതായിരുന്നു ഇന്നത്തെ ടാസ്ക്. അത് വലിയ പണിയൊന്നും അല്ലായിരുന്നു. കൊച്ചിയല്ലേ, ഇഷ്ടം പോലെ കൊതുകിനെ കിട്ടി. പിന്നെ പാതിരാത്രി ആയപ്പോഴത്തേക്കും കൊച്ചുമോനും മുത്തശ്ശിക്കും ഐസ്ക്രീം തിരണം എന്ന് ആഗ്രഹം. എന്നാൽ പിന്നെ ഐസ്ക്രീം ആയിക്കോട്ടെ. മുത്തശ്ശിയുടെ ടുങ്കുടുവിനെ കുറെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ പറ്റി. കൊച്ചിയിലെത്തോടെ കൊച്ചിയിൽ നിന്ന് ടുങ്കുടുവിന് പുതിയൊരു കൂട്ടുകാരിനെ കൂടെ കിട്ടി. അങ്ങനെ കൊച്ചിക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോവാണ്. സുൻഷമനെ നേരെ പാലാക്കി കയറ്റി വിടും. ഞങ്ങൾ നേരെ കാറെടുത്ത് നേരെ പാലക്കാടിന് വിട്ടു. അപ്പോൾ ഓക്കെ, ബൈ.